അപ്പോൾ ആർത്തവത്തെ കാണിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റീവ് സിനിമകളിൽ കാണിക്കുന്ന ഈ ഒലിച്ചിറങ്ങുന്ന ബ്ലഡ് ഈ സിംബോളിക്കായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നതിനോട് എന്തോ ഒരു എതിർപ്പ് എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുപോയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അത് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൂടെ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ അയാൾ അവസാനം കൊണ്ടുവന്നിട്ട് ഈ തീയിലിടുക എന്ന് പറയുന്ന ഒരു സംഭവം, ആ ബ്ലഡ് ആർത്തവരക്തം കൊണ്ടുവന്ന് തീയിലിടുക, ഇത് ഭയങ്കര സിംബോളിസമാണ്. ഇത് നമ്മളൊരു കാലഘട്ടത്തിൽ ക്രിയേറ്റീവ് സിനിമകൾ അല്ലെങ്കിൽ ആർട്ട് സിനിമകളെന്ന് വിചാരിച്ചിരുന്ന സമാന്തര സിനിമകൾ ഉപയോഗിച്ചിരുന്ന സംഗതികളാണ്. ആ സങ്കേതങ്ങളെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ത് ഉപയോഗിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അത് മറ്റേതെങ്കിലും തരത്തിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. ഇപ്പുറത്ത് നിന്ന് പറയുമ്പോൾ നമ്മളിത് പറയുമെങ്കിലും ഹിന്ദു എന്താണ് നേരിട്ടതെന്നും പ്രത്യേകിച്ച് ഈ സിനിമകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ചുരുങ്ങിയ ഷെഡ്യൂളിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കലയെ സമീപിക്കുന്നതിന് വേറെ തരത്തിലുള്ള അതുകൊണ്ട് നമിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ ഹിന്ദുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും. അപ്പോൾ അതങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നോ എന്ന അഭിപ്രായം ആരെങ്കിലുമൊക്കെ പറഞ്ഞോ ഈ ആർത്തവത്തെയൊക്കെ ചിത്രീകരിക്കും? ഇല്ല, എന്ന് വെച്ചാൽ മെൻസ്ട്രേഷൻ ഡെഫിനറ്റ്ലി അതൊരു പാർട്ട് മാത്രമാണ് സിനിമയുടെ ഒരു മെയിൻ നറേറ്റീവിൽ. ഈ മെൻസ്ട്രേഷൻ അല്ല ഇതിൻ്റെ ഒരു മെയിൻ തീം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മെൻസ്ട്രേഷനിൽ ഈ ഒഴുകി വരുന്ന രക്തം എന്നൊക്കെ പറയുന്നത് ആസ് എ വുമൺ നമ്മളെല്ലാ മാസവും കാണുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്തൊരു എക്സാജറേഷൻ ഇല്ല. കാരണം ദിസ് ഇസ് സംതിങ് വിച്ച് ഈ പറഞ്ഞ ചിത്രം ഇല്ലെങ്കിൽ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫെമിലിയർ കൂടിയാണ്. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹർ ലൈഫ്, ഒരു മേജർ പോർഷൻ ഓഫ് ഹർ ലൈഫിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിലെനിക്ക് ആ ഇമേജിൽ എനിക്ക് ഗിമിക്സ് കാണിക്കാൻ തോന്നിയില്ല ശരിക്കും. അവിടെ എനിക്ക് സത്യസന്ധമായിട്ട് വാട്ട് എവർ വി ഹാവ് സീൻ, വാട്ട് എവർ വി ഹാവ് എക്സ്പീരിയൻസ്ഡ്, അത് അങ്ങനെ ചെയ്യാനാണ്. അത് ഈവൻ അതൊരു ആർട്ടിസ്റ്റിക് എന്നുള്ള രീതിയിലും അല്ല, എനിക്ക് ഒരു ട്രൂത്ത്ഫുൾനെസ് ആണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു ഒഴുകി വരുന്നതിൽ. കാരണം അത് ദാറ്റ്സ് എ റിയാലിറ്റി. അത് സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ ഓഫ് മെൻസ്ട്രേഷൻ ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അത് എല്ലാ സ്ത്രീകൾക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇമേജ് അങ്ങനെ തന്നെ ചെയ്തതാണ്. പിന്നെ ഈ തീയിലേക്ക് ഇടുക എന്ന് പറയുന്നത് അതും ഞാൻ ഞാൻ ബോൾഡാക്കി ചെയ്തിട്ടില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ക്ലോസ് എടുക്കായിരുന്നു. അത്തരത്തിലൊന്നുമില്ല. എനിക്ക് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ആ ഒരു റിച്വലിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ആൻഡ് ഞാൻ എൻ്റെ ഒരു വായനകളിലും ഞാൻ എൻ്റെ മതപരമായിട്ടുള്ള വിശ്വാസത്തിലാണെങ്കിലും ഇത് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറയുമ്പോഴും ഒരു 2 to 3 years ബാക്കാണ് ഏറ്റവും കൂടുതലും ആർത്തവത്തെക്കുറിച്ച് അത് ഇംപ്യൂർ ആണ് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും വളരെ പുരോഗമനം ആയിട്ടുള്ള ആൾക്കാർ പോലും പറഞ്ഞ ഒരു കാര്യമാണ് ഇംപ്യൂർ ആണ് എന്നുള്ളത്.